ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അൽ ഉസൂലുസ് സലാസ, മൂന്നടിസ്ഥാന തത്വങ്ങൾ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹിയുടെ പുസ്തകമാണ്. വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ അൽ ഫൗസാൻ ഹഫിദഹുല്ലയുടേതാണ്. ഖബറിലെ 3 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കണം. അതിന് നമ്മൾ ഇപ്പോൾ തന്നെ അതിൻ്റെ വിജ്ഞാനം ഉണ്ടാക്കിയേ മതിയാകൂ. എന്നാലേ നമുക്ക് ഖബറിൽ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. മൻ റബ്ബുക്ക എന്ന് ചോദിക്കും, നിൻ്റെ റബ്ബ് ആരാണ് എന്ന് ചോദിക്കും. അപ്പോൾ റബ്ബ് ആരാണെന്ന് അറിയണം. ബാറക്കല്ലാഹു ഫീക്കും. അത് കുറച്ച് വിശദമായിട്ട് തന്നെ, ചുരുങ്ങിയത് ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളെങ്കിലും നമ്മൾ അറിയണം. എന്താണ് റബ്ബ്, ആരാണ് റബ്ബ്. മാ ദീനുക്ക, നിൻ്റെ ദീൻ എന്താണ്. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് നമുക്കറിയണം. ബാറക്കല്ലാഹു ഫീക്കും. മൻ നബിയുക്ക, നിൻ്റെ നബി ആരാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ചുരുങ്ങിയത് അതേകം നമ്മൾ ബാറക്കല്ലാഹു ഫീക്കും നല്ല രീതിയിൽ അറിഞ്ഞാലേ നമുക്ക് ഖബറിൽ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളിപ്പം ചെയ്യുന്നത്, നമ്മൾ ഇസ്ലാം കാര്യങ്ങളിലേക്ക് എത്തി. ഇസ്ലാം കാര്യങ്ങളിലെ നമുക്കറിയാം 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങൾ എണ്ണിപ്പടിച്ചാൽ പോരാ. ബാറക്കല്ലാഹു ഫീക്കും. അതിൻ്റെ ഓരോ 5 കാര്യങ്ങളിൽ ഓരോ കാര്യം നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അത് തുടക്കമെന്ന നിലക്കാണ് ഈ പുസ്തകം. പിന്നെ നമ്മൾ ഇതിനപ്പുറം മറ്റ് പുസ്തകങ്ങളിലേക്കും ഗ്രന്ഥങ്ങളിലേക്കും പോയി ഇതിനേക്കാൾ വിശദമായിട്ട് പഠിച്ചു കൊണ്ടേയിരിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇസ്ലാം കാര്യങ്ങളിലെ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. ഇനി 5-ാമത്തെ കാര്യമാണ് ഹജ്ജ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയൽ നിർബന്ധമാണ്, പഠിക്കൽ നിർബന്ധമാണ് ഇതിൻ്റെ വിജ്ഞാനം. അല്ലെങ്കിൽ ഖബറിലെ ആ 3 ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. ബാറക്കല്ലാഹു ഫീക്കും. വദലീലുൽ ഹജ്ജി വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ഹജ്ജിനുള്ള തെളിവ് അള്ളാഹു പറഞ്ഞു, ആ വീട്ടിലേക്ക് ഹജ്ജ് ചെയ്യൽ മനുഷ്യർക്ക് അതിലേക്ക് ചെന്നെത്തുവാനുള്ള മാർഗം സാധിച്ചു കിട്ടിയവർക്ക്. ആർക്കൊക്കെയാണ് സാധിക്കുന്നത്? അവർ ഹജ്ജ് ചെയ്യൽ, ആ വീട്ടിലേക്ക് പോകൽ, അത് അള്ളാഹുവിനോടുള്ള ബാധ്യത ഉണ്ട്, മനുഷ്യർക്ക് കടമയാണ്. വല്ലവരും അവിശ്വസിക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു ലോകരെ സംബന്ധിച്ച് അനാശ്രയനാകുന്നു. ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ള പറയുന്നു. ഇത് സൂറത്ത് ആലി ഇമ്രാൻ 3-ാം അധ്യായം 97-ാം വചനാണ്. ഷെയ്ഖ് എന്നിട്ട് വിശദീകരിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. ജൂതന്മാർ അവർ വാദിച്ചിരുന്നു അവർ മുസ്ലിങ്ങളാണെന്ന്, അവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മതത്തിലാണ് എന്ന്. അപ്പോഴാണ് അള്ളാഹു ഈ വചനം കൊണ്ട് അവരെ പരീക്ഷിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ വചനത്തിൽ എന്താ പറയുന്നത്? മനുഷ്യന് അവന് സാധിക്കുമെങ്കിൽ അവൻ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അവൻ അവിശ്വാസിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഷെയ്ഖ് ഹഫിദുള്ള പറയാണ്, അതുകൊണ്ട് നിങ്ങളൊരു മുസ്ലിമാണെങ്കിൽ നിങ്ങൾ ഹജ്ജ് ചെയ്യുക. കാരണം അള്ളാഹു ഹജ്ജ് അവൻ്റെ വീട്ടിലേക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് മുസ്ലിങ്ങളുടെ മേൽ. നീ ഹജ്ജ് ചെയ്യുന്നില്ലെങ്കിൽ, നീ അത് നിരസിക്കുകയാണെങ്കിൽ ഹജ്ജ് ചെയ്യാൻ, ഇത് തെളിവാണ് നീ മുസ്ലിമല്ല, നീ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മതത്തിലല്ല. അപ്പം അള്ളാഹു പറഞ്ഞല്ലോ ഈ വചനത്തിൽ, വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. വല്ലവരും അവിശ്വസിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു ലോകരെ സംബന്ധിച്ച് അനാശ്രയനാകുന്നു. അപ്പം അള്ളാഹു പറഞ്ഞു വലില്ലാഹി, അതിനർത്ഥം
നിർബന്ധമാണ്. അത് ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മേലുള്ള അവകാശമാണ്. ഹജ്ജിൻ്റെ ഭാഷാർത്ഥം ലക്ഷ്യം എന്നാണ്. അതിൻ്റെ നിയമപരമായ അർത്ഥം ഒരാളുടെ ലക്ഷ്യം അത് ആദരിക്കപ്പെട്ട കഅബയിലേക്കും അതിനു ചുറ്റുമുള്ള പരിശുദ്ധമായ സ്ഥലങ്ങളിലേക്കും ഒരു പ്രത്യേക സമയത്ത് നിർവഹിക്കുന്ന പ്രത്യേക ആരാധനാ കർമ്മങ്ങളാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ. ഇതാണ് ഹജ്ജിൻ്റെ നിയമപരമായ ശറഈയായ അർത്ഥം. ഹിജ്ജുൽ ബൈത്തി എന്ന് പറഞ്ഞ ആ വീട്ടിലേക്കുള്ള തീർത്ഥാടനം അത് കഅബയാണ്. അതിന് ചുറ്റുമുള്ളതും അതിലെ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളും. മനിസ്തതാ ഇലൈഹി സബീല. അപ്പോൾ ആർക്കൊക്കെ ചെലവ് അതിന് സാധിക്കും, അതിനർത്ഥം കഴിവുള്ളവനാണ്. ഇത് വ്യക്തമാക്കുന്നത് ആർക്കാണ് നിർബന്ധം എന്നതിന് നിബന്ധനയുണ്ട്. അത് ശാരീരിക കഴിവും വേണം, സാമ്പത്തിക കഴിവും വേണം. ശാരീരിക കഴിവ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നടക്കാൻ കഴിയണം, ഒരാൾക്ക് യാത്ര ചെയ്യാൻ കഴിയണം, അവൻ്റെ സ്ഥലത്ത് നിന്ന് മക്കയിലേക്കും ഭൂമിയിലെ ഏത് സ്ഥലത്തേക്കും. ഇതാണ് ശാരീരിക കഴിവ്. അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ് ആർക്കെങ്കിലും സ്ഥിരമായ കഴിവില്ലായ്മ ഉണ്ടാകുക, സ്ഥിരമായ രോഗമുണ്ടാകുക, അല്ലെങ്കിൽ വാർദ്ധക്യമാണ്. ഇവരെല്ലാം കഴിവില്ലാത്തവരാണ്. ഈ കഴിവില്ലാത്തവർക്ക് സാമ്പത്തിക കഴിവുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യാം? വേറൊരാളോട് ഹജ്ജ് നിർവഹിക്കാൻ പറയാം അവന് വേണ്ടിയിട്ട്. പക്ഷെ ആ നിർവഹിക്കുന്ന വ്യക്തി അവൻ്റെ നിർബന്ധമായ ഹജ്ജ് ചെയ്തതിന് ശേഷമേ അവന് മറ്റുള്ളവർക്ക് ഹജ്ജ് ചെയ്യാൻ പാടുള്ളൂ. സാമ്പത്തിക കഴിവിനെ സംബന്ധിച്ചിടത്തോളം അതിനർത്ഥം അവന് യാത്ര ചെയ്യാൻ കഴിയണം. അതാത് കാലഘട്ടത്തിൽ യാത്ര ചെയ്യുന്ന സാധനങ്ങളിലൂടെ, അതായത് കാറ്, പ്ലെയിന്, ട്രെയിന്. അപ്പോൾ അവനെന്താണ്? സമ്പത്തുണ്ടാകണം അവന് യാത്രയ്ക്ക് വേണ്ടി ചെലവിന് കൊടുക്കാൻ, അങ്ങനെ അവന് ഹജ്ജ് നിർവഹിക്കാൻ. മറ്റൊന്ന്, അവൻ്റെ ഉപജീവനത്തിനും ചിലവുണ്ടാകണം. അവന് തിരിച്ചു വരുന്നവരെ ഉള്ള യാത്രക്കുള്ള ചിലവുണ്ടാകണം ഉപജീവനത്തിനും. അവൻ്റെ കൂടെ അവനെ ആശ്രയിക്കുന്നവരുണ്ടാകാം, അവർക്കും ചിലവിന് കൊടുക്കാനുള്ള, തിരിച്ചു വരുന്നവരെ ചിലവിന് കൊടുക്കാനുള്ള സമ്പത്തുണ്ടാകണം. അതുകൊണ്ട് ഉപജീവനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ യാത്രക്കും മതിയാകണം, അവൻ്റെ കൂടെ അവനെ ആശ്രയിക്കുന്നവർ, അവൻ്റെ മക്കൾ, അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ ഭാര്യ, അവർക്കും മതിയാകണം. അപ്പോൾ അവരിലൊക്കെ ഈ വ്യക്തി ചെലവഴിക്കൽ ആവശ്യമാണ്. അവർക്ക് മതിയായതുണ്ടാകണം. ബാറക്കല്ലാഹു ഫീക്കും. അത് കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങൾ വീട്ടിയതിന് ശേഷമായിരിക്കണം. അപ്പോൾ കടങ്ങൾ വീട്ടിയതിന് ശേഷമുള്ള സമ്പത്ത് ഈ ആവശ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതാണ് എന്ത്? ഹജ്ജിന് നിർബന്ധമായ സാമ്പത്തിക കഴിവ് എന്ന് പറയുക. ഹദീസിൽ വന്നിട്ടുണ്ട് അസാദു വറാഹില, ഉപജീവനങ്ങളും അവൻ്റെ യാത്രാ സാധനവും. ഒരാൾക്ക് കഴിവില്ലെങ്കിൽ, അവന് ഉപജീവനങ്ങളിൽ കഴിവില്ല, അവന് യാത്രക്ക് കഴിവില്ല, അപ്പോൾ അവന് ഹജ്ജ് നിർബന്ധമില്ല. കാരണം അവന് കഴിവില്ല. ഹജ്ജിൻ്റെ നിബന്ധനയാണ് ഹജ്ജ് നിർബന്ധമാക്കിയത് കഴിവുള്ളവർക്കാണ്. ഹജ്ജിന് വേണ്ടി വിദൂര സ്ഥലത്ത് നിന്നാണ് ജനങ്ങൾ വരുന്നത്. എല്ലാ സ്ഥലത്തു നിന്നും, എല്ലാ ഭാഗത്തു നിന്നും വരും. അതുകൊണ്ട് ഇതിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും, അപകടങ്ങളുണ്ടാകാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, ബാറക്കല്ലാഹു ഫീക്കും, അള്ളാഹു ഹജ്ജ് നിർബന്ധമാക്കിയത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ്. ഇനി അതിന് ശേഷം ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഐച്ഛികമായ ഹജ്ജാണ്, നിർബന്ധ ഹജ്ജല്ല. ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹു ഹജ്ജ് മുസ്ലിങ്ങൾക്ക് എല്ലാ വർഷവും നിർബന്ധമാക്കിയിട്ടില്ല എന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യുക. ഇത് കേട്ടപ്പോൾ അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എല്ലാ വർഷമോ അള്ളാഹുവിൻ്റെ ദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു. അദ്ദേഹം വീണ്ടും ചോദിച്ചു അതേ ചോദ്യം, എല്ലാ വർഷവും ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു. വീണ്ടും അദ്ദേഹം ചോദ്യം ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബത് വലമ്മസ്തതഅതും അൽ ഹജ്ജു മറത്തൻ വാഹിദ ഫമാ സാദ ഫഹുവ തതവ്വഉൻ. ഞാൻ അതേ എന്ന് നിനക്ക് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഹജ്ജ് നിർബന്ധമാകുമായിരുന്നു, അത് നിനക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഹജ്ജ് ഒറ്റ പ്രാവശ്യമാണ് ചെയ്യേണ്ടത്, അതിനുശേഷം ചെയ്യുന്നതെല്ലാം അത് ഐച്ഛികമായ ഹജ്ജായിരിക്കും. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹു പറഞ്ഞത് വമൻ കഫറ ഫ ഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, വല്ലവരും അവിശ്വസിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു ലോകരെ സംബന്ധിച്ച് അനാശ്രയനാകുന്നു. ഇതിൽ തെളിവുണ്ട്, ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ടില്ല, അവന് കഴിവുണ്ട്, അവന് സാമ്പത്തിക കഴിവുണ്ട്, ശാരീരിക കഴിവുണ്ട്, എന്നിട്ടും അവൻ ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവൻ അവിശ്വാസിയാണ്, കാഫിറാണ്. കാരണം അള്ളാഹു പറഞ്ഞു അവിശ്വസിക്കുന്ന പക്ഷം. അപ്പോൾ ആരെങ്കിലും ഹജ്ജ് നിർവഹിക്കാൻ ചെയ്യുന്ന ഹജ്ജ് അവന് കഴിവുണ്ടായിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അവിശ്വാസിയാണ്, കാഫിറായി. ഇനി ഇത് ചെറിയ അവിശ്വാസമായിരിക്കാം. ഒരാൾ അതിൻ്റെ നിർബന്ധതയെ തള്ളുകയാണെങ്കിൽ ഹജ്ജ് നിർബന്ധമൊന്നുമില്ല എന്ന് വാദിച്ചാൽ അത് വലിയ അവിശ്വാസമാണ്. ഇതിൽ മുസ്ലിങ്ങൾക്ക് ഏകോപനമുണ്ട്. എന്നാൽ ഒരു വ്യക്തി അവനറിയാം ഹജ്ജ് നിർബന്ധമാണ്, അവൻ ഹജ്ജിൻ്റെ നിർബന്ധതയെ തള്ളുന്നൊന്നുമില്ല, അത് നിർബന്ധമല്ല എന്ന് വാദിക്കുന്നൊന്നുമില്ല, പക്ഷേ അവന് മടി കാരണം എന്ത് ചെയ്യുന്നു, എന്താ പറ്റി, അവൻ ഹജ്ജ് ഉപേക്ഷിക്കുന്നു. നിർബന്ധമാണെന്ന് അറിയാം, പക്ഷേ മടി കാരണം അവൻ ഹജ്ജ് ഉപേക്ഷിച്ചാൽ അത് ചെറിയ അവിശ്വാസമാണ്. എന്നാൽ അവൻ മരണപ്പെട്ടാൽ അവന് സമ്പത്തുണ്ടെങ്കിൽ അവന് വേണ്ടി ആരെങ്കിലും അവൻ്റെ സമ്പത്ത് കൊണ്ട് ഹജ്ജ് നിർവഹിക്കണം. കാരണം അവനിത് അള്ളാഹുവിനോടുള്ളൊരു കടമായിട്ട് മാറും. ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ടും ചെയ്യാതെ മരണപ്പെട്ടാൽ. അപ്പോൾ ഈ വചനത്തിൽ ഹജ്ജിൻ്റെ നിർബന്ധ ബാധ്യതയെക്കുറിച്ച് പറയുന്നു. അത് ഇസ്ലാമിൻ്റെ ഒരു സ്തംഭമാണ്, തൂണാണ്. അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി അത് ഇസ്ലാമിൻ്റെ ഒരു തൂണാണ്. അത് ഹദീസ് ജിബ്രീൽ പറഞ്ഞിട്ടുണ്ട്, അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത് 9-ാം ഹിജ്റയ്ക്ക് ശേഷമാണ്. ഒരഭിപ്രായ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷം ഹജ്ജ് ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം 10-ാം ഹിജ്റക്കാണ് ഹജ്ജ് ചെയ്തത്. ഇതെന്തുകൊണ്ട്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ അയച്ചിരുന്നു 9-ാം ഹിജ്റയിൽ. അലാ യഹുജ്ജു ബഅദ ഹാദൽ ആമി മുശ്രിക്കുൻ വലാ യതൂഫു ഫിൽ ബൈത്തി ഉറിയാനുൻ. ഈ വർഷത്തിന് ശേഷം ഒരു മുശ്രിക്കും ഇനി ഹജ്ജ് ചെയ്യാൻ പാടില്ല. ആരും നഗ്നരായിട്ട് തവാഫ് ചെയ്യാൻ പാടില്ല. അങ്ങനെ മുശ്രിക്കുകളെയും നഗ്നരായി തവാഫ് ചെയ്യുന്നവരെയും ഹജ്ജ് നിർവഹിക്കാൻ തടഞ്ഞപ്പോഴാണ് 10-ാം ഹിജ്റയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിടവാങ്ങൽ ഹജ്ജ് നിർവഹിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.